നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ലൂസേഴ്സ് ഓൾവേസ് ക്രൈ. തോറ്റവർ, പരാജയപ്പെട്ടവർ, പരാജിതർ എപ്പോഴും കരഞ്ഞുകൊണ്ടേയിരിക്കും. അർജന്റീൻ ഫുട്ബോൾ ഇതിഹാസം മാരിയോ കെമ്പസ് ആണ് ഇത്തരത്തിൽ അർജന്റീനയുടെ മുന്നേറ്റത്തെ വില കുറച്ച് കാണുന്നവരെ, ഫിഫ ഫേവർ ചെയ്തിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നവരെ വലിയ രൂപത്തിൽ വിമർശിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. നമ്മുടെ ഇവിടെയൊക്കെ പറയില്ലേ ക്രൈ മോർ എന്നൊക്കെ പറയില്ല, അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ലൂസേഴ്സ് ഓൾവേസ് ക്രൈ. വേൾഡ് കപ്പ് നമുക്കിങ്ങ് തരുന്നു, ഫ്രീ ആയിട്ട് തരുന്നു എന്ന് ചിന്തിക്കുന്നവരെ കുറിച്ച് നമ്മൾ എന്തു പറയാനാണ്? അതൊരു വല്ലാത്ത മാനസികാവസ്ഥയാണ്. എന്നിട്ട് അദ്ദേഹം വിശദീകരിച്ച് പറയുന്നുണ്ട് കാര്യങ്ങൾ. ഇപ്പോൾ 1978 നമ്മൾ ആദ്യമായിട്ട് വേൾഡ് കപ്പ് നേടുമ്പോൾ, ആ വേൾഡ് കപ്പിലെ സൂപ്പർ താരമാണ് കേട്ടോ മാരിയോ കെമ്പസ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, 1978 നമ്മൾ ആദ്യമായിട്ട് വേൾഡ് കപ്പ് നേടുമ്പോൾ ഇതേപോലെ എന്തൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഷോക്കൊന്നും തോന്നുന്നില്ല. ഇന്ന് ഞാൻ ഒരു കൊളംബിയൻ റേഡിയോ സ്റ്റേഷനുമായിട്ട് സംസാരിക്കുകയുണ്ടായി, അവരുടെ ഒരു പ്രോഗ്രാമിൽ. അപ്പോൾ അവരെന്നോട് ചോദിക്കുകയാണ്, ഖത്തറിൽ അർജൻറ്റീനയ്ക്ക് അനുകൂലമായിട്ട് ഫിഫ കാര്യങ്ങൾ ചെയ്തതല്ലേ, ഇപ്പോൾ ഇവിടെയും മത്സരങ്ങളിൽ അങ്ങനെ ചെയ്യുകയല്ലേ എന്ന്. ഞാൻ എന്താണ് പറയുക? അവരങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കട്ടെന്നേ, ഒരു പ്രോബ്ലവും ഇല്ല. നമ്മളിതിനൊക്കെ മറുപടി പറയാൻ പോയാൽ സംഗതി ആകെ ക്രേസി ആയിട്ട് മാറും എന്നല്ലാതെ അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ലൂസേഴ്സ് അങ്ങനെ എല്ലായ്പ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും, അതങ്ങനെ വിട്ട് കളയുകയാണ് വേണ്ടത് എന്നുകൂടി അദ്ദേഹം പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇപ്പം 3 വേൾഡ് കപ്പ് നേടിയല്ലോ അർജൻറ്റീന. 78 ടീമും 86 ടീമും 2022 ടീമും. അപ്പോൾ ഇതിൽ ഏത് ടീമാണ് മികച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇത്തവണ ഈ ടീം രണ്ടാമതും കിരീടം ചൂടുകയാണെങ്കിൽ ഇതാണ് ബെസ്റ്റ് എന്ന് പറയും. പക്ഷേ ഇപ്പോൾ 3 ടീമും ടൈഡാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ്. തീർച്ചയായിട്ടും ലഭിക്കുന്ന അംഗീകാരങ്ങൾ നമ്മൾ അപ്രീസിയേറ്റ് ചെയ്തേ പറ്റൂ. അത് എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിലും ഞങ്ങളാണ് അർജൻറ്റീനയുടെ ഈ ഒരു കുതിപ്പിൻ്റെ അടിത്തറയിട്ടത്. 78 ടീം, 78 മുതലാണ് നമ്മൾ ആ ഒരു റെസ്പെക്റ്റ്, ഫുട്ബോൾ ലോകത്തിൻ്റെ റെസ്പെക്റ്റ് വാങ്ങുന്നത്. തീർച്ചയായിട്ടും അന്ന് കോച്ചുമാരും അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് പേരല്ലാതെ നമ്മൾ കിരീടത്തിലേക്ക് പോകും എന്ന് കരുതിയിരുന്നില്ല. നമ്മളത് നേടിയെടുത്തു. അവിടെ നിന്നാണ് അർജൻറ്റീന ഈ ഒരു ക്രെഡിബിലിറ്റിയും ഹോപ്പും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന പോലെ ഈ 3 ടീമുകളും, നമ്മുടെ കിരീടം ചൂടിയ 3 ടീമുകളും അതത് കാലങ്ങളിലെ മികച്ച ടീമുകളായിരുന്നു. ഇപ്പോൾ ഈ ടീം ബാക്ക് ടു ബാക്ക് കിരീടങ്ങൾ നേടുകയാണെങ്കിൽ ഞാൻ പറയും ഇതാണ് ബെസ്റ്റ് ടീമെന്ന്. അത് വളരെ ക്ലിയറാണ്. പക്ഷേ റൈറ്റ് നൗ ഈ 3 ടീമുകളും ഒരുപോലെ ടൈഡാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നു. ഈ വേൾഡ് കപ്പിൽ ഫൈനലെത്താൻ സാധ്യതയുള്ള ടീമുകൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് സ്പെയിനും ഫ്രാൻസും അർജൻറ്റീനയും ഇംഗ്ലണ്ടും ഏതാണ്ട് ഒരുപോലെയാണ്. അർജൻറ്റീന ഫൈനൽ കളിക്കും എന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഈജിപ്തിനെതിരെയുള്ള കളി അത് ശരിക്കും തന്നെ അത്ഭുതപ്പെടുത്തി എന്നാണ് പറയുന്നത്. അത് ഈ ടീമിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വ്യക്തമാക്കി തരുന്നു. നിങ്ങൾക്ക് ഒരു മികച്ച താരം 1-2 ലോകതാരങ്ങൾ ഉണ്ടെങ്കിൽ ഒരു കളിയൊക്കെ ജയിക്കാം. പക്ഷേ ഒരു വേൾഡ് കപ്പ് ചാമ്പ്യൻഷിപ്പ് ജയിക്കണമെങ്കിൽ മികച്ച ടീമാണ് ഉണ്ടാവേണ്ടത്. ഈജിപ്തിനെതിരെ 2-0 പുറകിൽ നിന്നിട്ട് നടത്തിയ തിരിച്ചുവരവില്ലേ, അതൊരു ടീമിൻ്റെ തിരിച്ചുവരവാണ്, ഏതെങ്കിലും ഒരു താരത്തെ അല്ല നമ്മൾ പറയേണ്ടത് എന്നുകൂടി മാരിയോ കെമ്പസ് വളരെ കൃത്യമായി പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.